ஜம்போ ரஷ்யன் சர்க்கஸ் உங்கள் அனைவரையும் வண்ணமயமான அணிவகுப்புகளோடு வரவேற்கிறது. അത് ശരി. അകത്ത് കളി നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിലാണോ തന്റെ തീറ്റ? ഉച്ചക്ക് കിട്ടിയത് കഴിച്ചിട്ട് വിശപ്പ് മാറിയില്ല. ഇതൊരു നേപ്പാളി തന്നതാ. എന്നാലേ നാളെ മുതൽ തനിക്ക് ഇലയിട്ട് സദ്യ വിളമ്പി തരാം. വന്ന് പെട്ടെന്ന് വേഷം മാറും. വേഷം മാറാനോ? എന്തിന്? തന്റെ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ നേരമില്ല. മതി കഴിച്ചത്. അല്ല, വിശക്കുമ്പോ എന്തെങ്കിലും കഴിക്കണ്ടേ? ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഒരു ഐറ്റം ചെയ്യണം. രാജേഷ് തിവാരി പനി പിടിച്ച് കിടപ്പില്ല. ഈ പീരങ്കിക്കകത്തോട്ട് കയറ്. അയ്യോ, ഇതിനകത്തോ? ഞാൻ സർക്കസ് പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇതിലെന്ത് പഠിക്കാനിരിക്കുന്നു? ചുമ്മാ കയറി കിടന്നാ മതി. അന്നവന്മാര് കൊന്നാ മതിയായിരുന്നു. ഒറ്റയടിക്ക് തീർന്നെ. ഇത് കൊലയാണല്ലോ. കിടന്ന് പിറുപിറുക്കാതെ കേറടാ കഴുത. बहुत अच्छा भाई और बहनों, द ग्रेट इंडियन पीरंगी जंप. എഴുന്നേറ്റ് താഴെ വരാൻ. താഴെ വരാൻ. കുത്തബ് മൈനാർ വടകരയിലാണോ? അതെ അതെ അതെ, പണ്ട് മുതലേ അവിടെ തന്നെ. മോമ്പാ വില ഇതാ. ഇവന്റെ ഫോളിംഗ് അസലായിരുന്നു. താങ്ക് യു സർ. ഓഡിയൻസിന്റെ കണ്ണ് തള്ളി. എന്റെ തിവാരിയുടെ പനി മാറിയാലും ഇനി ഈ ഐറ്റം ഇവൻ തന്നെ ചെയ്താൽ മതി. ഓക്കെ സർ. അടുത്ത തവണ വീഴുമ്പോ തല കുത്തി വീണ ഒന്നും കൂടെ നന്നായിരിക്കും. അത് ഈസി ആയിട്ട് ചെയ്യിക്കാം. ഇവനാണൊരു അഭ്യാസിയാ ഇല്ലേടാ? പോലീസിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക. കരണ്ട് ഭാർഗവനെ ഉടൻ അറസ്റ്റ് ചെയ്യുക. അണ്ണാ, ഭാർഗവണ്ണ, അണ്ണോ, ഇയാളിത് എവിടെ പോയി കിടക്കുക? ഭാർഗവണ്ണ, പതുക്കെ വിളിക്കടോ. വല്ലവനും കണ്ടുപിടിച്ചാ പിന്നെ ഇവിടെ നിന്ന് ഓടേണ്ടി വരും. എന്തായി? അപ്പം മോട്ടോറേഷൻ കിട്ടിയോ? കിട്ടിയില്ലെണ്ണ. കപ്പ ആയില്ല മുളക് കിട്ടതും. ഈ നേരത്തെ അതൊക്കെ എവിടെ കിട്ടാനാണ്? എല്ലായിടത്തും തിരക്കിയോ? അതെങ്ങനാ? മുട്ട റോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചോണ്ട് ടൗൺ മുഴുവൻ തെണ്ടാനൊക്കോ? 2 പരിപ്പോടയുണ്ട്. ഇത് തിന്നേച്ചേ കുറച്ച് പച്ചവെള്ളം കുടിച്ചാ മതി. പരിപ്പോടെ? അതെ, പരിപ്പോടെ തന്നെ. മോശപ്പെട്ട ഒരവസ്ഥ വരുമ്പോ മനുഷ്യൻ അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ജബ്ബാറേ. അതെ, ജബ്ബാറ് തന്നെ. വേണമെങ്കിൽ കഴിച്ചാ മതി. ഒരയില മുളകിട്ടത്. കുറെ കാലമായില്ല അയില തിന്നാൻ തുടങ്ങിയിട്ട്. ഇതുവരെ മടുത്തില്ലേ? അപ്പൊ നിങ്ങൾക്കും എന്നെ വിലയില്ലാതായി. അണ്ണാ, ടൗണിലെ മുഴുവൻ അണ്ണനെതിരെ ജാഥയും പൊതുയോഗവും നടക്കുക. കറണ്ട് ഭാർഗവനെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ആളുകൾ അലറി വിളിക്കുക. പാത്തും പതുങ്ങിയ ഞങ്ങൾ ഈ പരിപ്പിട തന്നെ ഒപ്പിച്ചത്. അണ്ണന്റെ ആൾക്കാരാണ് ഞങ്ങളെന്ന് വല്ലവരും തിരിച്ചറിഞ്ഞാൽ. കണ്ണപ്പം പറഞ്ഞപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ജബ്ബാറ് അണ്ണാ, അണ്ണനോട് എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അണ്ണനൊന്ന് ആലോചിച്ച് നോക്കിയേ. മര്യാദയ്ക്കൊന്ന് കിടന്നുറങ്ങിയിട്ട് നാളെത്രായി. ഇവിടുത്തെ കൊതുക് കടിച്ചിട്ടാണ് മേലാകെ ചൊറിച്ചില്ല. ഇനി അങ്ങോട്ട് എന്താവും ഒരെത്തും പിടിയില്ല. ടൗണിൽ പോയപ്പോ ഞങ്ങൾ ആലോചിച്ചതാ ബാർബർ ഷോപ്പിൽ കയറി മൂടി പറ്റി അങ്ങ് വെട്ടിച്ചാലോന്ന്, ആളറിയാതിരിക്കാൻ. ഒരു ഉപദേശം ചോദിക്കാമെന്ന് വെച്ചാൽ ഡോക്ടറെയും കാണാനില്ല.
മണ്ടത്തരം പറയാതെണ്ണ. ഇത്രയും കാലമായിട്ടും അയാൾ എന്ത് പിന്നാക്ക ചെയ്തത്? പിന്നെന്താണോ വഴി പന്നുകളെ? ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. വേല ഇതായിട്ട് എനിക്ക് നടുവേദനയുണ്ട്, അതുകൊണ്ട് അടുത്ത ഷോയ്ക്ക് ഞാൻ കയറിക്കോളാം. ഈ കളി കഴിയുമ്പോ നടുവേദനയൊക്കെ താനേ മാറിക്കോളും. ഇവിടെ 30 വർഷമായി ഞാൻ ട്രപ്പീസ് കളിക്കാൻ തുടങ്ങിയിട്ട്. താനൊക്കെ ജീവിതത്തിൽ ട്രപ്പീസ് കളിച്ച് തടി തപ്പാൻ നോക്കുന്ന ജാതി. തുണി അലക്കാനും കക്കൂസ് ഇടാനും പറഞ്ഞാൽ അനുസരിക്കില്ല. ഇങ്ങനെ തിന്നു മുടിക്കാനായി മാത്രം ഒരുത്തന്നെ ഇവിടെ ആവശ്യമില്ല. ഓഡിയൻസിനെ നോക്കി കൈവീശി കാണിക്കണ കഴുത. മതി മതി, കേറങ്ങോട്ടോ. மீண்டும் மீண்டும் பார்க்க தூண்டும் உங்கள் நெஞ்சை விட்டு மாறாத இந்த பீரங்கி ஐட்டம் ஜம்போ ரஷ்யன் சர்க்கஸின் എന്റെ അന്ത്യം ഇവിടെ വെച്ച് തന്നെയാവാം. ചുറ്റും ചില കെട്ടിടങ്ങൾ ഉണ്ടെന്നല്ലാതെ ആളനക്കം കാണാനില്ല. നിലവിളിച്ചാൽ പെട്ടെന്നാരും വരുമെന്ന് തോന്നുന്നില്ല. കത്തിയോ തോക്കോ എന്താന്ന് വെച്ചാൽ എടുത്തോളൂ, ഞാൻ റെഡിയാണ് മരിക്കാൻ. എന്താ കൊല്ലുന്നില്ലേ? ഞാൻ ആരെയും കൊല്ലാനൊന്നും വന്നതല്ല. ഞാൻ കാരണം ഡോക്ടർക്ക് യാതനകളെ ഉണ്ടായിട്ടുള്ളൂ എന്നറിയാം. മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ല എനിക്ക്. ഞാൻ ചികിത്സ തേടി വന്നതല്ല. ഇനി ഒരിക്കലും അതിന് ഞാൻ ഡോക്ടർ പുറകെ വരില്ല. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഞാൻ കാട്ടിലേക്ക് തന്നെ മടങ്ങാം. നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് എന്റെ വിധി. അതവിടെ വെച്ച് എനിക്ക് കിട്ടട്ടെ. ഡോക്ടർ നാട്ടിലേക്ക് വരും, പഴയ ജീവിതത്തിലേക്ക്. അത് പറയാമെന്നതാ ഞാൻ. അതിന് വെറും സ്വപ്നമാണ്. ഞാൻ എങ്ങോട്ടുമില്ല. താൻ കൊല്ലുന്നുണ്ടെ കൊല്ലടോ. ഡോക്ടർ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ കാട്ടിലേക്ക് മടങ്ങിയാൽ ഡോക്ടറെ കൊല്ലാൻ ആരും വരില്ല. എന്ന് വെച്ചാൽ അതൊന്നും വിശദീകരിച്ചിട്ട് കാര്യമില്ല. ഡോക്ടർ ഞാൻ പറയുന്നത് വിശ്വസിക്കും. തന്നെ പോലൊരാൾക്ക് എന്റെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠ എന്തിന്? കുറ്റബോധവും മാപ്പ് ചോദിക്കാനുള്ള ആഗ്രഹമൊക്കെ നന്മയുള്ള മനസ്സിലേ ഉറവെടുക്കൂ. ഇത് സത്യമാണെങ്കിൽ കുറച്ചു നാളുകളായി തന്റെ ഉള്ളിൽ താൻ പോലും അറിയാതെ വീണ്ടും വിചാരത്തിന്റെ ഒരു വടംവലി നടക്കുന്നുണ്ടാവണം. ദീർഘകാലമായുള്ള തെറ്റുകളിൽ നിന്നുള്ള മോചനം, നന്മയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ദാഹം. അതുകൊണ്ടല്ലേ മറ്റുള്ളവരെ അപായപ്പെടുത്താൻ ആയുധമെടുക്കുമ്പോൾ കൈവിറയ്ക്കുന്നത്? അതുകൊണ്ടല്ലേ ആത്മധൈര്യം ചോർന്നതായി അനുഭവപ്പെടുന്നത്? അത് തിരിച്ചറിയാൻ ഭാർഗവന് കഴിഞ്ഞില്ല. ഉള്ളിന്റെ ഉള്ളിൽ നടന്ന ആ സംഘർഷമാണ് ഭാർഗവന്റെ രോഗം. നന്മയുള്ളൊരു ജീവിതമേ ഇനി വേണ്ടൂ എന്ന് ഭാർഗവൻ തീരുമാനിച്ചാൽ മതി. അപ്പോ ശക്തനായ ആത്മവിശ്വാസമുള്ള ഭാർഗവൻ പുനർജനിക്കും.